ഹലോ, ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള കേരള സ്റ്റൈൽ പടവലങ്ങ മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ റെഡിയാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമ്മൾ പടവലങ്ങ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അവിയലിന് അരിയുന്നതിനേക്കാളും കുറച്ചുകൂടി ചെറുതായിട്ട് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇത് കുക്ക് ചെയ്യാനുള്ള പാത്രം വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം കടുക് പൊട്ടിക്കുക. പിന്നെ നമ്മൾ ഒരു 2-3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാല ഐറ്റമായിട്ട് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. സവാളയെല്ലാം നന്നായിട്ട് വാടി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പടവലങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ പച്ചമുളക് ചേർത്തിട്ടുള്ള മഞ്ഞയ്ക്കുള്ള മെഴുക്കുവരട്ടിയാണ് റെഡിയാക്കുന്നത്. ഇനി നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിൽ അത് ചേർത്താം. മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളിതിലേക്ക് എരിവിന് വേണ്ടി 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. പടവലങ്ങയെല്ലാം നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് കവർ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ ആവിയിലുള്ള വെള്ളത്തിലാണ് ഇത് വെന്ത് വരുന്നത്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. അങ്ങനെ മൂടി വെച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മെഴുക്കുവരട്ടിയാണ്. താങ്ക്